പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന LED ബൾബുകൾ കേടായാൽ വലിച്ചെറിയുകയാണ് പതിവ്. എന്നാൽ അത് വെറും 5 മിനിറ്റ് കൊണ്ട് റിപ്പയർ ചെയ്ത് വീണ്ടും നമുക്ക് പ്രകാശിപ്പിച്ച് ഉപയോഗിക്കാൻ കഴിയും. അത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ LED ബൾബ് നമുക്ക് പ്രകാശിക്കുന്നുണ്ടോ എന്നറിയാനായി ആദ്യമായി ഹോൾഡറിലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഹോൾഡറിൽ കണക്ട് ചെയ്തിട്ടും അത് പ്രകാശിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് കാണാം. ഇനി നമുക്കിതിൻ്റെ ഗ്ലാസ് ഭാഗം, ഈ മുകളിലെ ഈ വെള്ള മൂടി നമുക്കൊന്ന് തുറന്നെടുക്കണം. കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് തുറന്നാൽ തന്നെ അത് ചിലപ്പോൾ തുറന്നു വരും. ഇല്ലെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് അതൊന്ന് വലിച്ച് തുറന്നെടുക്കാം. ഈ കാണുന്നതാണ് അതിൻ്റെ LED പാനൽ. ഈ LED പാനലിൻ്റെ നടുക്കായിട്ട് 2 വയറുകൾ കാണാം. ഇതാണ് അതിന് സപ്ലൈ വരുന്ന സ്ഥലങ്ങൾ. ഡ്രൈവറിൽ നിന്നും വരുന്ന സപ്ലൈ. ആദ്യം നമുക്ക് ഈ 2 വയറുകളിൽ സപ്ലൈ വരുന്നുണ്ടോ എന്നാണ് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത്. അതിനായിട്ട് നമുക്ക് വീണ്ടും ഇതിനെ ഹോൾഡറിലൊന്ന് കണക്ട് ചെയ്യണം. ഹോൾഡറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പാനലിൻ്റെ ഉൾവശത്തൊന്നും നമ്മൾ തൊടാൻ പാടില്ല. അവിടെ ചിലപ്പോൾ നമുക്ക് ഷോക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി വളരെ കെയർഫുള്ളായിട്ട് നമുക്ക് ഈ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഇതിന് വോൾട്ട് വരുന്നുണ്ടോ എന്ന് നോക്കാം. വോൾട്ട് കാണിക്കുന്നുണ്ട്. 80-85 വോൾട്ട് അതിലിപ്പോൾ 90 വാൾട്ടിൻ്റെ ബൾബാണ്. അതിൽ 80-85 വോൾട്ട് മൾട്ടിമീറ്ററിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡ്രൈവർ കേടായിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇനി മിക്കവാറും ഡ്രൈവർ പോയിട്ടില്ലാത്ത സ്ഥിതിക്ക് ഇനി ഇതിൻ്റെ LED ആയിരിക്കും കേടായിരിക്കുന്നത്. നമുക്ക് LED ടെസ്റ്റ് ചെയ്യാനായിട്ട് ഹോൾഡറിൽ നിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മുടെ മൾട്ടിമീറ്ററിൻ്റെ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യുന്ന മോഡിലിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യണം. കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യുന്ന മോഡിലേക്ക് നമുക്ക് മൾട്ടിമീറ്ററിൻ്റെ നോബ് തിരിച്ച് വെച്ചതിന് ശേഷം ഇതിൻ്റെ ഓരോ LED ആയിട്ട് അതിൻ്റെ പ്ലസും മൈനസും വരുന്ന ഭാഗത്ത് നമ്മൾ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ചെറുതായിട്ട് LED പ്രകാശിക്കുന്നത് കാണാം. അങ്ങനെ പ്രകാശിക്കുന്നുണ്ടെങ്കിൽ ആ LED പോയിട്ടില്ല എന്ന് ഉറപ്പിക്കാം. അത് ഒരു വശത്ത് നമ്മൾ കൊടുത്തിട്ട് അത് പ്രകാശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പോളാരിറ്റി മാറ്റി ടെസ്റ്റ് ചെയ്ത് നോക്കണം. പ്ലസും മൈനസും മാറിപ്പോയാൽ അത് പ്രകാശിക്കണം. അങ്ങനെ ഒരിക്കൽ പ്രകാശിച്ചില്ലെങ്കിലും തിരിച്ച് പോളാരിറ്റി മാറ്റി ടെസ്റ്റ് ചെയ്യുമ്പോഴും അത് പ്രകാശിച്ചില്ലെങ്കിൽ ആ LED പോയെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഈ LEDകളെല്ലാം പ്രകാശിക്കുന്നുണ്ട്. ഇതൊന്നും പോയിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെ ഓരോ LED ആയിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇതിൻ്റെ മുകളിൽ ഈ കാണുന്ന ഒരു LED പോയതായിരുന്നു. അത് ഞാൻ നേരത്തെ റിമൂവ് ചെയ്തതാണ്. അത് ടെസ്റ്റ് ചെയ്ത് നോക്കി ഞാൻ മാറ്റി വെച്ചിരുന്നതുകൊണ്ടാണ് അതിപ്പോൾ അത് ഇളക്കി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ചെയ്യാനുള്ളത് ഇതിൻ്റെ പ്ലസും മൈനസും വരുന്ന ഭാഗങ്ങളൊന്ന് ഷോർട്ട് ചെയ്ത് കൊടുക്കണം. അത് ചെറിയൊരു വയറിൻ്റെ കമ്പി കൊണ്ടോ അല്ലെങ്കിൽ സോൾഡറിങ് ലെഡ് ഉപയോഗിച്ചോ അത് ഷോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമുക്കടുത്തിനി ചെയ്യാനുള്ള ജോലി. ഒരു LED ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിൽ ചെയ്യാം. ഒന്നിലേറെയൊക്കെ പോയി കഴിഞ്ഞാൽ പറ്റില്ല. ആദ്യമായി നമ്മൾ LED റിമൂവ് ചെയ്ത ഭാഗത്ത് ശകലം പേസ്റ്റ് തേച്ച്, അത് സോൾഡറിങ് നല്ലവണ്ണം പിടിക്കാൻ വേണ്ടിയാണ് ഈ പേസ്റ്റ് തേക്കുന്നത്. എന്നിട്ട് സോൾഡറിങ് അയൺ ചൂടാക്കി ശകലം ലെഡ് നമുക്കതിലെടുത്ത് ആ LED നമ്മൾ റിമൂവ് ചെയ്ത അതിൻ്റെ പ്ലസും മൈനസും വരുന്ന ആ 2 ലൈനുകൾ ഒന്ന് ഷോർട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അത് നമ്മളത് ഷോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ബൾബ് ശരിയായിട്ടുണ്ടോ പ്രകാശിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി നമുക്ക് ഒന്നുകൂടെ ഹോൾഡറിലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അതെ, ഹോൾഡറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് പ്രകാശിക്കുന്നുണ്ട്. വെറും 5 പൈസ ചിലവില്ലാതെ ആണ് നമ്മൾ ഈ ബൾബ് ശരിയാക്കി എടുത്തിരിക്കുന്നത്. ഇതാർക്കും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. വലിയ ടെക്നിക്കൽ നോളജൊന്നും വേണ്ട. അല്പം പരിശ്രമിച്ച ആർക്കും വലിച്ചെറിയുന്ന ഈ ബൾബ് നമുക്ക് പ്രകാശിപ്പിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മൂടി, ആ ഗ്ലാസ് ഭാഗം നമുക്ക് ഏതെങ്കിലും ചെറിയൊരു പശ ഉപയോഗിച്ച് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. എൻ്റെ കയ്യിലുള്ള ഫെവിക്വിക്ക് അല്പം ഒരു ചെറുതായിട്ടൊന്ന് തേച്ചിട്ട് ഞാൻ ആ ഗ്ലാസ് വീണ്ടും അവിടെ ഒട്ടിച്ച് ചേർക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് ആ മൂടി അതിൽ വെച്ച് പിടിച്ച്
ആ പശ ഒട്ടുന്ന ഒരു അല്പനിമിഷത്തേക്ക് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ അത് ഏകദേശം ഒട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വരുന്ന ഈ വീഡിയോ ആർക്കും ചെയ്യാവുന്നതാണ്. വെറും നമ്മൾ 5 മിനിറ്റ് കൊണ്ട് 5 പൈസ പോലും ചിലവില്ലാതെയാണ് നമ്മൾ വലിച്ചെറിയാൻ പോകുന്ന LED ബൾബ് ശരിയാക്കിയെടുത്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. നന്ദി, നമസ്കാരം.